ചോക്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്ത് രസമല്ലേ. പിന്നെ ഈ പൊറോട്ട സാൻഡ്വിച്ചും ഈ റാപ്പും ഒക്കെ കണ്ടിട്ട് ഞാനേതോ ഹോട്ടലിൽ പോയെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഞാൻ പോയതേ എത്തിഹാദ് റെയിലില്ല. അടിപൊളി യാത്രയായിരുന്നു. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഹാസ്നാസ് പാർക്ക് വൈബ്സ് അവസാനം വരെ കാണുക. Welcome to Hasna's Park Vibes, where small thoughts create huge transformation. എത്തിയാദ് റെയിൽ തുടങ്ങിയപ്പോൾ മുതലുള്ള ആഗ്രഹമായിരുന്നു എത്തിയാദ് റെയിലിൽ പോകണമെന്നുള്ളത്. അങ്ങനെ പ്ലാനിങ് തുടങ്ങി അവസാന ആ ദിവസം വന്നെത്തി. ആദ്യത്തെ കലാപരിപാടി ടിക്കറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പോകേണ്ട സ്ഥലവും വരാൻ ഡെസ്റ്റിനേഷനും ഇപ്പോൾ രണ്ടേ ഉള്ളൂ, ഫുജേറയും അബുദാബിയും മാത്രം. ഞങ്ങൾ ഫുജേറയിൽ നിന്നാണ് പോയത്. അപ്പോൾ ഫുജേറ സെലക്ട് ചെയ്തു, പിന്നെ ഡെസ്റ്റിനേഷൻ അബുദാബി സെലക്ട് ചെയ്തു. 2 വേ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഡേറ്റ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ പോകുന്ന ഡേറ്റിൻ്റെ ഒരു 4-5 ദിവസം മുമ്പെങ്കിലും നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ കിട്ടണം എന്നില്ല കേട്ടോ. കാരണം മോസ്റ്റ്ലി സോൾഡ് ഔട്ടാണ്. പിന്നെ അഡൾട്ട് കാറ്റഗറി ഉണ്ട്, ചൈൽഡ് കാറ്റഗറി ഉണ്ട്, വീൽ ചെയർ ഉള്ളവർക്ക് അതിൻ്റേതായ ആനുകൂല്യങ്ങളുണ്ട്, പിന്നെ 60+ ഉള്ളവർക്കുണ്ട്. അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ഞങ്ങൾ 2 അഡൾട്ട്സും 2 ചിൽഡ്രനും ആയിരുന്നു. അത് കഴിയുമ്പോൾ നമുക്ക് ടൈമിംഗ് കാണിക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ആഫ്റ്റർനൂണിലുള്ള ട്രെയിൻ സോൾഡ് ഔട്ടാണ്. മോർണിംഗ് ട്രെയിൻ ആണുള്ളത്. പിന്നെ 55 ദിർഹംസ് ഇപ്പോൾ കറൻ്റ്ലി 50% ഓഫ് ആയതുകൊണ്ട് കംഫർട്ട് 55ഉം, അത് കൂടാണ്ട് പ്രീമിയം വേണമെങ്കിൽ 240 ടിക്കറ്റ് 120 ആണ് ഓഫർ പ്രൈസിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. എനിക്ക് രണ്ടിലും വലിയ വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല. ഓൺലി എന്താ പറയുക, സീറ്റിംഗ് റിക്ലൈൻ ഉണ്ട് നമ്മുടെ പ്രീമിയത്തിൽ. പിന്നെ അത് കൂടാതെ ഫുഡ് ഓപ്ഷൻസും കുറച്ച് കൂടുതലുണ്ട്. അതല്ലാണ്ട് എനിക്ക് വലിയ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കംഫർട്ട് സോൺ തന്നെയായിരുന്നു. പിന്നെ വരാനുള്ള ടിക്കറ്റും ഞങ്ങൾ കംഫർട്ട് തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരാൾക്ക് 55 + 55 110 ദിർഹംസ് ആയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ കറൻ്റ്ലി 28 ദിർഹംസ് ആണ്. ഓഫർ തീരുമ്പോഴത്തേക്കും അത് 55 ദിർഹംസ് ആയിട്ട് മാറുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ട്രാവൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഒരു 3 ഓപ്ഷൻ കൂടെ ഉണ്ട്. ലൈക്ക് സേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 ദിർഹംസ് തന്നെയാണ്. പിന്നെ ഒരു 10 ദിർഹംസ് എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ വരുത്താവുന്നതാണ്. പിന്നെ വീണ്ടും ഒരു 20 ദിർഹംസ് എക്സ്ട്രാ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ടബിൾ ഓപ്ഷൻസും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ടിക്കറ്റിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ റിട്ടേൺ വരാനും ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് അബുദാബി ട്രിപ്പ് എത്തിയാദ് റെയിലിൽ ഒരു ആദ്യമായിട്ടൊരു യാത്ര ചെയ്യണം എന്നുള്ളത് ഒരു സൈഡിൽ ഉണ്ടെങ്കിൽ കൂടി ഞങ്ങളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ചിലരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുജേറിൽ നിന്ന് രാവിലെ 5:30 ട്രെയിനിൽ പുറപ്പെടുന്നു. ഇപ്പോൾ അത് കറൻ്റ്ലി 2 hours ആണ് കാണിക്കുന്നത്. ഇനി ആ കൺസ്ട്രക്ഷനൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോൾ 1.25 മണിക്കൂറേ എടുക്കത്തുള്ളൂ. എന്നിട്ട് അവരവിടെ എത്തും. അപ്പോൾ ഇപ്പോഴുള്ള സമയം അനുസരിച്ച് 7:30 ആകുമ്പോൾ നിങ്ങൾ അബുദാബിക്ക് എത്തും. പിന്നെ അവർ സ്റ്റേഷനിൽ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒന്ന് ചില്ലൊക്കെ ആയി വരുമ്പോഴത്തേക്കും റിട്ടേൺ ഈ കാണുന്ന 8:19 ട്രെയിനിൽ അവർ തിരിച്ചു പോരുന്നു. 10:15 ഫുജേറിൽ എത്തുന്നു. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു സിറ്റി ടൂറൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു 1 ഡേ പിക്നിക്കായിട്ട് തന്നെ നിങ്ങളുടെ അബുദാബി യാത്ര വളരെ റിലാക്സ് ആയിട്ടുള്ള ഒരു 1 ഡേ പിക്നിക് യാത്രയായിട്ട് മാറും. സിറ്റി ബസ് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാക്സിക്ക് പോകാം. അതിൻ്റെ വിശേഷങ്ങളും ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് വെച്ച് പറയുന്നുണ്ടായിരിക്കും. സോ ഒട്ടും സ്കിപ്പ് ചെയ്യാണ്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. സോ ഡേറ്റും ടൈമും പിന്നെ നിങ്ങളുടെ ആഡ് ഓൺസും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരും. എത്ര പാസഞ്ചേഴ്സ് ആണോ ഉള്ളത് അത്രയും പാസഞ്ചേഴ്സിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നെയിം മാത്രമായിട്ടോ അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരുടെ ഏജ്, ഡേറ്റ് ഓഫ് ബർത്തും കൂടി അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ടിക്കറ്റ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ പേയ്മെൻറ്റ് ഓപ്ഷൻ അതിപ്പോൾ കാർഡ് വഴി പേ ചെയ്യാവുന്നതാണ്. സോ കാർഡ് നമ്പറും ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ടിക്കറ്റ് നിങ്ങളുടെ മെയിലിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷേ അപ്പോഴും ഓർക്കുക, നമ്മൾ കോംപ്ലിമെൻ്ററി സെലക്ഷൻ്റെ ആഡ് ഓൺ എൻ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. സീറ്റും അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. വിൻഡോ സീറ്റ് പെർട്ടിക്കുലർലി വേണം. ഞങ്ങൾ 4 പേര് ഉണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എങ്ങനെ പോയാലും 2 വിൻഡോ സീറ്റ് കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് അറിയായിരുന്നു. പിന്നെ വേറൊരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഞങ്ങൾക്ക് പോകുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഫേസ് ടു ഫേസ് ആയിട്ടുള്ള അവിടെ നല്ല ലെഗ് സ്പേസും കൂടിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് വേണമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ലെഗ് സ്പേസും കിട്ടും. ഫേസ് ടു ഫേസ് ഇരുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിലുണ്ടല്ലോ, ആ നടുക്കുള്ള 8 സീറ്റും എടുത്തു കഴിഞ്ഞാൽ 8 പേരുണ്ടെങ്കിൽ
നിങ്ങൾ ഒരു ഓളം ഉണ്ടാക്കി തന്നെ തിരിച്ചു പോരാൻ പറ്റും. ആരും അങ്ങനെ ആരെയും കൺട്രോൾ ചെയ്യുകയോ പറ്റില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തുകാരായാലും പുറമെയുള്ള ആൾക്കാരായാലും എല്ലാവരും ഒരു ഫാമിലി പോലെയായിരുന്നു ആ കോച്ചിനുള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ട്രെയിൻ യാത്ര. സാധാരണ ദുബായിലൊക്കെ ചെയ്യുന്ന പോലെ മെട്രോ യാത്ര പോലെ ഈ ബിസി സ്കെഡ്യൂളിൽ ജസ്റ്റ് പോയി വരുന്ന ഒരു യാത്രയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ഒരു കുടുംബം പോലെ എല്ലാവരും ചേർന്ന് ഒരു അബുദാബിക്ക് യാത്ര പോകുന്നു, അതുപോലെ തിരിച്ച് അബുദാബിയിൽ നിന്ന് ഫുജൈറയ്ക്ക് വരുന്നു, ആ ഒരു വൈബായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി സീറ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം. അതല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാം. അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 24 hours മുമ്പ് ഫൈനൽ ടിക്കറ്റ് മെയിലിൽ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ടിക്കറ്റ് ഏതാണെന്നുള്ളത് ഈ സീറ്റ് ഏതാണെന്നുള്ളത് അറിയാൻ കഴിയത്തുള്ളൂ. കോച്ച് മോസ്റ്റ്ലി 4 ആയിരിക്കും, ചിലപ്പോൾ കോച്ച് മാറാനും സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലാണെങ്കിൽ. ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് ആ ഷട്ടിൽ സർവീസ്. ഒരു 10 dirhams ടിക്കറ്റിനൊപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ലൊക്കേഷനിലേക്ക് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ട്. ഒന്ന് ആറ്റ്നിക്, പിന്നെ ഒന്ന് റീമോൾ, പിന്നെ വരുന്നത് കോർണിഷിലോട്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഷട്ടിൽ ബസ് ഇതിലേക്ക് 10 dirhams ആഡ് ചെയ്ത് ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാഫ്ലത്ത് കാർഡ്, അബുദാബിയിൽ നോൾ കാർഡാണ്. ഹാഫ്ലത്ത് കാർഡ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീചാർജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബസ് സർവീസും അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഞങ്ങൾ പിന്നെ 4 പേരുണ്ടായിരുന്നു. അപ്പോൾ പെർ ഹെഡ് 10 dirhams വെച്ച് ഇതും ചാർജ് ചെയ്ത് അതിനുശേഷം ടാക്സിയും കൊടുത്താൽ മാത്രമേ ഞങ്ങൾ പോകാനുള്ള സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് അവിടെ നിന്ന് തന്നെ ടാക്സി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ റേറ്റ് ഡിഫറൻസ് ഒന്നുമില്ല. ഈ കോർണിഷിലോട്ട് പോകാനായിട്ട് 1 hour ആണ് ടൈം എടുക്കുന്നത് ബസ്സിലാണെങ്കിൽ. ടാക്സിയിൽ ഒരു 25 minutes to 30 minutes എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരാളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 2 പേരാണെങ്കിലും ബസ്സായിരിക്കും കുറച്ചുകൂടി ലാഭം തോന്നുന്നു. ടാക്സിയാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ടാക്സിയുടെ വിശേഷം ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് പറയുന്നതായിരിക്കും. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ടാക്സിയിലായിരുന്നു. ബസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആഡ് ഓണും കൂടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കുള്ള പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ടിക്കറ്റ് നമ്മളെ മെയിലിൽ റിസീവ് ആയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയായിരിക്കും നമ്മളെ ടിക്കറ്റ് കാണാൻ കഴിയുക. അബുദാബി ടു ഫുജൈറ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ടാവും, നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകാം, എന്തൊക്കെ കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ്. കൂടാണ്ട് നമ്മുടെ കോച്ച് നമ്പറും സീറ്റ് നമ്പറും കൂടി അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. രാവിലെ 5:30 ഞങ്ങളുടെ ട്രെയിൻ. അതുകൊണ്ട് തന്നെ ഒരു 5 മണിക്കൊക്കെ സ്റ്റേഷനിലെത്തണമെന്ന് ഞങ്ങൾ ആദ്യമേ പ്ലാൻ ചെയ്തിരുന്നു. കൽബയിൽ നിന്നും ഒരു ഹാഫ് ആൻ അവർ ഉണ്ട് ഞങ്ങളുടെ സ്റ്റേഷനിലേക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ 4:30 ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി. അംബ്രല്ല ബീച്ച് വഴി സ്കൂൾ സോൺ, സെൻറ്റ് മേരീസ്, ലൈക്ക് എമിനൻസ്, സൈക്കിൾ 3 സ്കൂൾ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ആ റോഡ് ലാസ്റ്റ് അവസാനിച്ചിട്ട് അവിടെ നിന്ന് റൈറ്റ് എടുക്കുമ്പോൾ നമുക്ക് എത്തിഹാദ് സ്റ്റേഷൻ തന്നെ കാണാൻ കഴിയുന്നതായിരിക്കും ബോർഡ്. ഹിലാൽ സിറ്റി സ്റ്റേഷൻ എന്നാണ് പറയുന്നതെങ്കിലും ഫുജൈറ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ബോർഡ് കാണാനും കഴിയും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ സ്റ്റേഷനിലേക്ക് എത്താൻ കഴിയും. പിന്നെ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. പാർക്കിംഗ് നിങ്ങൾ പ്ലീസ് നോട്ട് ചെയ്യണം. ഫാമിലി പാർക്കിംഗ് എന്നുള്ള ബോർഡുണ്ട്, ഫിസിക്കലി ചാലഞ്ച് ആയവർക്കുള്ള പാർക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് പാർക്കിംഗ് ഉണ്ട്. ഞങ്ങൾ പാർക്കിംഗ് എയിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടാകുക. പിന്നെ അകത്ത് കയറുമ്പോൾ ലൈറ്റ് ഫെസിലിറ്റി ഒക്കെ രാവിലെ ആയതുകൊണ്ട് തന്നെ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹെഡ്ലൈറ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ പാർക്കിംഗ് ഫെസിലിറ്റി ഫ്രീ ആണ്. മാത്രമല്ല നിങ്ങൾ എവിടെയാണോ കാറ് പാർക്ക് ചെയ്തത് അവിടെ നിന്ന് നിങ്ങളുടെ സ്റ്റേഷൻ വാതുക്കൽ വരയ്ക്കും ബാക്കി സർവീസും ഫ്രീ ആണ്. അങ്ങനെ ഞങ്ങൾ എത്തിഹാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയായിരുന്നു. പിന്നെ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്ന പരിപാടി. ടിക്കറ്റിലുള്ള QR കോഡ് നിങ്ങൾ സൂം ചെയ്ത് തന്നെ സ്കാൻ ചെയ്യണം. അതല്ലെങ്കിൽ ഗേറ്റ് ഓപ്പൺ ആകില്ല. ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, ഒന്ന് സൂം ചെയ്തിട്ട് വീണ്ടും സ്കാൻ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററൊക്കെ എടുത്ത് മേലെ പോയി കഴിഞ്ഞപ്പോൾ കോച്ച് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കോച്ച് നമ്പർ 4 കയറുകയും ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സീറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ നിന്നുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റിലെ പോലെ തന്നെ സേഫ്റ്റി അനൗൺസ്മെൻറ്റ്സും എത്ര മണിക്കൂറുണ്ട്, എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അനൗൺസ്മെൻറ്റ് രൂപത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ തെറ്റ് സംഭവിച്ചു, എല്ലാവരും എന്നോട് ക്ഷമിക്കുക. വേറൊന്നുമല്ല, ഇവിടെ എക്സൈറ്റ്മെൻറ്റ് കാരണം യാത്ര എൻജോയ് ചെയ്യുന്ന കൂട്ടത്തിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നത് അബുദാബിയിൽ നിന്നും ഫുജൈറയിലേക്ക് വരുന്ന ആ ക്ലിപ്പിംഗ് ആണ്. അങ്ങനെ കണ്ട കാഴ്ചകളെല്ലാം മനോഹരമായിരുന്നു. അടുത്തോടി ട്രെയിൻ പോകുന്നതൊക്കെ വളരെ രസമുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ചെയറിൽ നമുക്ക് അടുത്തൊരു ബട്ടൺ ഉണ്ടാവും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയർ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടാവും. പിന്നെ കിലോമീറ്റർ കാണുന്നതായിരുന്നു വളരെ എക്സൈറ്റ്മെൻറ്റ്. ഞങ്ങൾ 199 വരെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് അത് റെഡ്യൂസ് ആവും, ഇൻക്രീസ് ആവും, ഡിപ്പെൻഡ് ഓൺ ദ ട്രാക്ക്.
പിന്നെ പുറത്തെ കാഴ്ചകളും വളരെ നല്ലതായിരുന്നു. നല്ല പൊക്കത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നല്ല വില്ലകളും അതുപോലെ ഡെസേർട്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു പോണ്ടുകൾ രൂപത്തിലൊക്കെ ഫോമായി കിടക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് സോക്കറ്റും അവൈലബിൾ ആണ്, ഫ്രീ വൈഫൈയും അവൈലബിൾ ആണ്. അങ്ങനെ ഫുഡ് എത്താൻ സമയമായപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് ട്രേ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. ആദ്യം തന്നെ നല്ല 2 ചോക്ലേറ്റാണ് തരുന്നത്. ഒന്ന് ഡേറ്റ ടേസ്റ്റും പിന്നെ ഒന്ന് കാവ ടേസ്റ്റുമാണ്. നല്ലൊരു മെസ്സേജും കൂടി ഉണ്ടായിരുന്നു. എവരി ജേർണി ടെൽസ് എ സ്റ്റോറി. 4 ഡിഫറെൻറ്റ് ഓപ്ഷൻ ഫുഡ് അവർ തരും. നമുക്കൊരെണ്ണം ചൂസ് ചെയ്യാം. ഞാൻ ഫലാഫൽ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് ചീസ് ഓംലെറ്റ് പറാട്ട ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മക്കൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, സീറ്റ് കുറച്ച് ദൂരെയായിരുന്നു. അങ്ങനെ അവരുടെ സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും അവർക്ക് അവൈലബിൾ ആയിട്ട് 2 ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ, ഡാനിഷ് ക്രോസോനും നോർമൽ ക്രോസോനും. അവരത് രണ്ടും ചൂസ് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ ടേബിളിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ അവരാകെ ഷോക്കായി. അങ്ങനെ എൻ്റെ ഫലാഫൽ അവൻ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പൊറാട്ട ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ചൂട് സുലൈമാനിയും വിൻഡോ സീറ്റും പുറത്തെ കാഴ്ചകളും ജോൺസൺ മാഷിൻ്റെ പാട്ടും അത് അനുഭവിച്ചെന്നറിയണം. രാവിലെ നേരത്തെ എണീറ്റത് കൊണ്ട് തന്നെ ഉറങ്ങണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നാലും പുറത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഉറങ്ങാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി വ്യൂ ആയിരുന്നു പുറത്തെ കാഴ്ചകൾ. സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതിനേയും കാട്ടി എത്രയും നല്ലതാണ് ട്രെയിൻ യാത്ര. കാരണം നമുക്ക് പുറത്തെ കാഴ്ചകളൊന്നും തന്നെ ആസ്വദിക്കാൻ കഴിയില്ല സെൽഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ. ഇത് നല്ല രസമായിരുന്നു. മാറി മാറി വരുന്ന കാഴ്ചകളായിരുന്നു. കുറച്ച് സമയം ഡെസേർട്ട് കാണും, പിന്നെ കുറേ ചെടികൾ കാണും, പിന്നെ കുറേ വീടുകൾ കാണും, ക്യാമൽ, അങ്ങനെ കാഴ്ചകൾ നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതായിരുന്നു. പിന്നെ സ്പീഡ് 200 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെ വിളിച്ചൊരു കാഴ്ച കാണിക്കുമ്പോഴത്തേക്കും ആ കാഴ്ച മാഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ സ്റ്റേഷനെത്തി. അബുദാബിയിലെത്തിയപ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അബുദാബി എത്തിയെന്ന്. ബോഡി ടയേർഡോ അങ്ങനെ യാതൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മുസഫയിലാണ് അബുദാബി സ്റ്റേഷൻ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ അവിടുന്ന് ടാക്സി എടുത്തെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സിയുടെ ഫെയർ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നത് 56 ദിർഹമാണ്. മിനിമം 12 ദിർഹം എന്തായാലും ടാക്സിക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പള്ളിക്കാണെങ്കിൽ വളരെ അടുത്താണ്. പിന്നെ നിങ്ങൾക്ക് സിറ്റിക്കകത്ത് പോകണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 60 ദിർഹം ക്രോസ് ചെയ്യില്ല. നിങ്ങൾ 4 പേരും അതിൽ കൂടുതലും ഉണ്ടെങ്കിൽ ടാക്സി ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ല 1-2 പേരാണെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ തന്നെ ട്രാവൽ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സിറ്റിക്കകത്ത് സഹിയ എന്ന സ്ഥലത്തിലേക്കായിരുന്നു. അവിടെയാണ് അബുദാബി മോൾ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അബുദാബി മോൾ കാണണമെങ്കിൽ സഹിയയിലേക്ക് പോകാവുന്നതാണ്. പിന്നെ ഞങ്ങളവിടെ പോയതിൻ്റെ മെയിൻ കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിത്ര അവിടെയാണ് താമസിക്കുന്നത്. പിന്നെ ആ മോൻ ഒരു രക്ഷയില്ല. ചിത്രയുടെ മോനുമായിട്ട് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്തത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞങ്ങളുടെ അവിടുത്തെ ആ ഒരു സമയം ഞങ്ങൾ ചിലവഴിച്ചപ്പെട്ടായിട്ടുണ്ടായിരുന്നു. ചിത്രയുടെ ഫാമിലിയോടൊപ്പം ഞങ്ങൾ അബുദാബി മോളൊക്കെ വിസിറ്റ് ചെയ്തെങ്കിലും കുറേ ഫോട്ടോസൊക്കെ എടുത്തെങ്കിലും ഇതുവരെ ഫേസ് റിവീൽ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. നല്ല രസമുണ്ടായിരുന്നു. കുറേ സമയം നടന്നു, പിന്നെ കുഞ്ഞൊക്കെ ഈ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അങ്ങനെ നല്ലൊരു ദിവസം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് കഴിച്ചത് ഇടുക്കി ഗോൾഡിലായിരുന്നു. നല്ല ഇലയിട്ട് അടിപൊളി ഫിഷ് മീൽസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 6:30 ട്രെയിനിനായി ഞങ്ങൾ വീണ്ടും അവരുടെ വീട്ടിൽ നിന്ന് ഒരു 5 മണിക്ക് ടാക്സി എടുത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു മുസഫയിൽ. അവിടെ നിന്നും ഒരു 6:15 ആയപ്പോൾ ബോർഡിങ് സ്റ്റാർട്ടായി. ഞങ്ങളുടെ സീറ്റിൽ ഞങ്ങൾ ഇരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഫേസ് ടു ഫേസ് സീറ്റിംഗ് ആയിരുന്നു. അത് സൂപ്പർ സീറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഇരുന്നു, പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ കാഴ്ചകളൊക്കെ മങ്ങിത്തുടങ്ങി. ഫുൾ ഡാർക്കായിരുന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളെ റിഫ്ലക്ഷൻ തന്നെയായിരിക്കും മിററിൽ കാണുന്നുണ്ടാവുക. അത് കഴിഞ്ഞപ്പോൾ ദേ വന്നു വീണ്ടും ഫുഡ്. അതേപോലെ 2 ചോക്ലേറ്റ് ഞങ്ങൾക്ക് വെൽക്കമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. കൂടാണ്ട് 4 ഫുഡ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സീസർ സാലഡായിരുന്നു. നല്ല ഫുള്ളായിരുന്നു കേട്ടോ, ഫുൾ മീലായിരുന്നു. പിന്നെ മക്കൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ റാപ്പായിരുന്നു. പിന്നെ സുലൈമാനി ബിയോണ്ട് വേർഡ്സ്, അതൊരു രക്ഷയില്ല. അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഒരവസരത്തിൽ കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ആ ട്രേ അങ്ങ് ക്ലോസ് ചെയ്തു. ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല, പക്ഷെ എന്താ ചെയ്യുക, ക്ലോസ് ചെയ്തു. അവസാനം ഞാൻ ട്രെയിനിലെ വാഷ്റൂമിനെ കുറിച്ച് പറഞ്ഞില്ല എന്ന് നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്താട്ടോ. അടിപൊളി വാഷ്റൂമായിരുന്നു. പക്ഷേ പോകുന്നുണ്ടെങ്കിൽ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ ഒരു 1 hour പോകണം. അത് കഴിഞ്ഞാൽ ടിഷ്യൂ ബോക്സൊക്കെ ഫില്ലാവും. അവർ മാറ്റുന്നുണ്ട്, പക്ഷേ എന്നാലും നിങ്ങൾ തുടക്കത്തിൽ തന്നെ പോകുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സാധാരണ കൽബയിൽ നിന്നും ദുബായ് പോയിട്ട് വരുമ്പോൾ തന്നെ ശരിക്കും ടയേർഡ് ആകാറുണ്ട്. അബുദാബി ആണെങ്കിൽ ഒരു 3 മണിക്കൂർ ഞങ്ങൾ യാത്ര ചെയ്താൽ അബുദാബി എത്തുന്നതും തിരിച്ചും അതുപോലെ 3 മണിക്കൂർ.
വന്നു കഴിയുമ്പോൾ ബോഡി ടയർഡ് കൊണ്ട് ഒരു രക്ഷയില്ല. പക്ഷേ ഇത് ജസ്റ്റ് കൽബയിൽ നിന്നും ഒരു ഫുജേറയിൽ പോയി ഫ്രണ്ടുമായിട്ട് ഒരു 1 ഡേ സ്പെൻഡ് ചെയ്ത് നല്ല ഫുഡും കഴിഞ്ഞ് തിരിച്ചു വന്ന് അതേ ഫീലായിരുന്നു. ടയർഡ് എന്ന് പറയുന്ന ഒരു സംഭവമേ തോന്നിയിട്ടില്ല. പിന്നെ പാർക്കിംഗ് അന്വേഷിച്ച് നടക്കണ്ട, ട്രാഫിക് ഇല്ല, അങ്ങനെ എല്ലാം കൊണ്ടും എക്സലൻ്റ് ഡേ ആയിരുന്നു. ജീവിതത്തിൽ എന്നും ഓർത്ത് വയ്ക്കാവുന്ന ഒരു നല്ല ദിവസമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല യാത്രകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ദിസ് ഹസ്ന സ്പാർക്ക് വൈബ്സ്. സ്മോൾ തോട്ട്സ് ക്രിയേറ്റ് ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ. Until meet you next time. Bye-bye.